ചേച്ചി ചേട്ടാ, നമ്മൾ ഈ ഒരു ലൊക്കേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴും എത്രയായാലും ഒരു സെലിബ്രിറ്റിയാണ്. അപ്പം നമ്മളെ കാണുമ്പോൾ ചേട്ടാ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ടല്ലോ വന്നു വെച്ചാൽ നമ്മളോട് പറയും പിടിച്ചു നിർത്തിയതാ കോമഡി ഒക്കെ ചെയ്യുന്ന ആളല്ലേ, രണ്ട് തമാശ പറഞ്ഞാൽ പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ? ചില ഫേസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എത്ര പേര് പറയാണ്ട് തമാശ. അപ്പൊ ചേട്ടൻ ചിരിപ്പിച്ചിട്ട് പോ. അന്നേരം എന്നാ പറയും? ഞാൻ ഒരു വർത്താനം. ഒരു ദിവസം ഒരാള് ഞങ്ങൾ ആ നാലമ്പലം തൊഴാൻ വേണ്ടി പോകും എല്ലാ കൊല്ലം. തൊഴുത് ഇങ്ങനെ നടന്നപ്പോൾ ഒരാൾ പുറകെ നടന്നിട്ട്, അപ്പം ഞാൻ മെലിഞ്ഞു ഇങ്ങനെ, എന്നെ പറ്റി ഒരു അസുഖമുണ്ടോ? ഞാൻ പിന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി അത്ത അമ്പലത്തേക്ക് ഇങ്ങനെ തൊഴുത് വരണ്ട്. അങ്ങനെയല്ല, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്നെ പറ്റി സുഖമില്ലേ? ഞങ്ങളില്ല, കുഴപ്പമില്ല. അപ്പം ഇയാളോട് മാത്രം ഇപ്പം ക്രൗഡ് ഇങ്ങനെ ഉണ്ട് പുറകെ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കുന്നുണ്ട്, കിട്ടുന്ന ഒരു മൊബൈലിൽ എടുക്കുന്നുണ്ട്. ഇത് കുറേ കഴിഞ്ഞ് പിന്നെ ഇയാൾ ഇവിടെ കൊടുത്തപ്പോൾ ഇയാൾ അല്ല എന്നാ പറയട്ടെ, എന്തോ അസുഖമുണ്ട്. ഞാൻ ക്യാൻസറാ. ആണോ? ആ. അയാൾ കഴിഞ്ഞു. അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ആദ്യമേ ചോദിക്കുമ്പോ തന്നെ നമ്മള് ഇപ്പൊ പടമൊന്നുമില്ല, കാണാനില്ല, പടമൊന്നും കാണുന്നില്ലല്ലോ, ലീവാ. ആ സിനിമയിൽ എവിടെ ലീവ് ഉള്ളത്? അത് മതി, എന്തെങ്കിലും കിട്ടിയ. കാരണം വേറെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് എന്താ ചോദിക്കണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് എന്ത് കാണുമ്പോ ആകെ ഇപ്പൊ ഏതാ സിനിമ, ഇപ്പൊ സിനിമ ഒന്നില്ലേ, ഈ രണ്ട് സാധനങ്ങളുള്ളൂ. അല്ല പിന്നെ എന്നാ ചോദിക്കും അല്ലേ, നേരാ. വേറെ ഒന്നും നമ്മളോട് വർത്താനം പറയാനും ഒക്കെയല്ല, വീട്ടു വിശേഷം ചോദിക്കാനും ഒക്കെയല്ല, ഇതൊക്കെ തന്നെ പറയാനൊക്കത്തുള്ളൂ. എന്തായാലും സത്യം അല്ല, സഹിക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായി. ഈ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഇങ്ങനെ കുറേ പേര് വന്നിങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു ചേച്ചി മാത്രം മാറി നിന്നിട്ടു. അപ്പം ഞാൻ അപ്പം അവർ മനസ്സിലായിന്നവർക്ക്. കുറെ കഴിഞ്ഞപ്പോൾ അവർ വരുന്നില്ല, അവരിങ്ങ് വാ എന്ന് പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ വിശേഷങ്ങൾ ചോദിച്ച് ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പേര്. അപ്പം ചോദിച്ചു മനസ്സിലായ എന്നെ എന്ന് വെച്ച്, കലാമണിയല്ലേ? കാരണം താടി വെച്ചിട്ടൊരു മണി എന്ന് പറഞ്ഞു, അത് മാത്രം നോക്കിയാൽ മതി, ഒരു ബന്ധമില്ല. ഞാൻ ചേച്ചി ചേട്ടാ, ഈ ഷോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഓൺ സ്പോട്ട് ഇംപ്രവൈസിങ് അങ്ങനെയൊക്കെ വരാം? അത് വരും. ലൈവ് ആണെങ്കിൽ എപ്പോഴും ലൈവ് ആയിട്ടുള്ള ഐറ്റംസ് കളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ ഷോയ്ക്കെല്ലാം റെക്കോർഡഡ് ആണല്ലോ. ഇവിടെ ചെല്ലുക, ഷോ നാളെ ഉണ്ടെങ്കിൽ ഇന്ന് റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ അവാർഡ് നൈറ്റ് ആണെങ്കിൽ ഇതാണെങ്കിൽ കംപ്ലീറ്റ് ഐറ്റംസ് എഴുതി കൊണ്ടുവരും. അപ്പം അങ്ങനെ റെക്കോർഡ്. അപ്പോൾ ഒരാൾ വന്ന് റെക്കോർഡ് ചെയ്യും, ഒരാൾ ഉണ്ടാവില്ല. എന്നിട്ട് അതിന് പണ്ട് എമ്മിയിട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി പിന്നെ അവിടെ ചെന്നിട്ടാണ് റിഹേഴ്സൽ. എന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി നമ്മൾ ഇവിടുന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്ത് ലൈവ് ചെയ്യുന്നതിൻ്റെ സുഖം വരും. അല്ലെങ്കിൽ വേണ്ട, റിഹേഴ്സൽ എടുത്തതിന് ചേട്ടൻ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. രണ്ടും ചെയ്തിട്ടുണ്ട് ലൈവ്. ഇപ്പോഴും ഞാനിപ്പോൾ ഷോ ഉണ്ട്, എനിക്ക് സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ മുതലാളി ജഗ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. പഞ്ചാബി ഹൗസിൽ രമണനും മുതലാളിയും തമ്മിലൊരു ഒരു ഷോയാണ്, വലിയ ഷോ, 3 മണിക്കൂറാണ്. ഇപ്രാവശ്യം അത് 5 Men Army എന്ന് പറഞ്ഞൊരു ഷോ ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പം എല്ലാ ഐറ്റംസും പുതിയതാണ്, അവതരണ ശൈലി വേറെ രീതിയിൽ. ചേട്ടാ, ഇനി ഒരു നല്ലൊരു കാര്യം ചോദിക്കട്ടെ. ചേച്ചിയെ പെണ്ണ് കാണാൻ അതിനേക്കാളും ഒരു നല്ലൊരു കാര്യമാണ്. അശോകന്റെ ചേട്ടൻ ചോദിക്കുമ്പോൾ നല്ല രസമായിട്ടാ പറയുന്നത്. ചേച്ചിയെ പെണ്ണ് കാണാൻ പോയ കാര്യം എന്ന് പറയോ? ഞാൻ അധികം പെണ്ണ് കണ്ടിട്ടില്ല. കാരണം 2 പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കാണുന്നതിന് മുമ്പ്. അപ്പം എന്നേക്കാൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് രണ്ടും. ഒന്ന് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി, അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥമാണ്. ഞാൻ ടെലികോമിലാണല്ലോ വർക്ക് ചെയ്തിരുന്നത് വെച്ചാൽ. മറ്റൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അവരൊരു ഹോം സയൻസ് കോളേജിൽ എന്തോ. അപ്പം ഞാൻ രണ്ടുപേരും കണ്ടപ്പോൾ ഒരു വലിയ വീട്, എനിക്കൊരു ചെറിയ വീടാണ്. ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാരും കൊണ്ടോ, ഞാൻ പറ്റില്ല മോനെ, അവർക്ക് ഇഷ്ടമായി. അവർ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമായാലും ശരി, എനിക്ക് ഇഷ്ടമായില്ല. അതെന്താ? അവർ ഇങ്ങോട്ട് കുറേ ഇങ്ങനെ ഇപ്പോൾ ആളെയൊക്കെ പറഞ്ഞു വിട്ടു എന്തായെന്നൊക്കെ അറിയാനായിട്ട്. ഞാൻ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 9 പേര് നിരന്ന് കിടക്കുകയാണ്. 2 മുറി ആകുള്ളൂ. അടുക്കള അതിൻ്റെ ചായ്പാണ്. ഒരു കള്ളൻ ഒരു കയറ് കെട്ടി ഇറങ്ങിയാൽ പോലും കാലുകുത്താൻ സ്ഥലമില്ല, തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെയുള്ള വീടാണ്. മക്കൾ നിരന്ന് കിടക്കില്ല, ഗ്യാപ്പില്ല. അവിടെ ഇതിന് ഞാൻ എവിടെ കൊണ്ട് കിടത്തും. അങ്ങനെ 2 പേരെ ഞാൻ കണ്ട്. 3ാമത്തെ ആളെ ഇവിടെ കണ്ട്. ഇവള് പൂജ എടുക്കുന്ന ദിവസം അല്ലേ, അന്ന് എൻ്റെ ചേട്ടൻ കൊണ്ടേ കാണിച്ചാണ്. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ആ വീട്ടുകാരില്ലേന്ന് വെച്ചപ്പോൾ ചേട്ടൻ ചോദിച്ചു, കണ്ടു. അപ്പോൾ എനിക്കറിയില്ല ഇതാണ് പെണ്ണെന്നുള്ളത്. അത് കഴിഞ്ഞ് പോകുന്നപ്പോൾ കണ്ടാ ആ പെണ്ണിനാ? ആ കണ്ടാ ശരി. പെണ്ണ് കാണാൻ പറയുമ്പോൾ നോട്ടില്ലേ, ഇപ്പോൾ അവിടെ എടുത്തിട്ട് മീൻ വെട്ടായിരുന്നു. പെണ്ണ് കാണാൻ വരുമ്പോൾ അല്ല നീ കണ്ടില്ലേ? ആ കണ്ട്. ശരിക്കും നോക്കിയാ ആ പകുതി മനസ്സാണ്, ശരിക്കും കണ്ടില്ല. പിന്നെ പറഞ്ഞു പെങ്ങാമൂര് പോയി കണ്ടാൽ മതി. എന്നിട്ട് 3ാമത്തെ കണ്ട് ഇഷ്ടപ്പെട്ടു.
പിന്നല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിലാണ് അവൻ ഇപ്പോഴും. അവൻ ഈ ജോലിയൊക്കെ ആയി സ്റ്റാൻഡായി കഴിഞ്ഞപ്പോൾ അവൻ പെണ്ണ് കാണാം. വരവെന്തിനാണ് പെണ്ണ് കാണൽ, വരിക പെണ്ണ് കാണുക. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ഏറ്റവും കുറഞ്ഞൊരു 100 ചില്ലാൻ പെണ്ണുങ്ങൾ അവൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടൊരു പെണ്ണിനെ കെട്ടി. കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് മണ്ഡപത്തിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ, കസേരയൊക്കെ ഇട്ടിട്ട് ഇവർ ഇരുത്തും. ഇപ്പം ഇവന് ഈ നല്ല മിടികളായിട്ടുള്ള കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്നിട്ട് ഒരു നോട്ടുണ്ട്. വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്, കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഞാൻ വായിച്ചു, എവിടെ ആയിരുന്നു ഇതൊക്കെ? 10 ദൂരം കണ്ടിട്ട് ഇതുപോലത്തെ ഭംഗിയുള്ള ഇടത്തിലെ കണ്ടില്ല. കെട്ടിക്കഴിഞ്ഞപ്പോ എൻ്റെ മനസ്സിൽ ഇതൊക്കെ എവിടെ ആയിരുന്നു?